ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് ഡൂട്ട്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന റോഡോസിലെ സർവൈവ് ഡിസാസ്റ്റർ, നാച്ചുറൽ ഡിസാസ്റ്റർ ഫോർ അല്ല സർവൈവ് നാച്ചുറൽ ഡിസാസ്റ്റർ, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഗെയിമിനകത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ ഡിസാസ്റ്റേഴ്സ് വരും ഗൈസ്. നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. പക്ഷെ ബാക്കി ഗൈസ് അവിടെ കണ്ട ആ ഐലൻഡിൽ നിന്നാണ് ഗൈസ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. അപ്പോഴാണെങ്കിൽ ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ, കാരണം നമ്മൾ ലോബിയിൽ ഓടി കളി തുടങ്ങിയ കാരണം നമുക്ക് ഇപ്പം പങ്കെടുക്കാൻ പറ്റില്ല. ഈ കളി തീർന്നിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ എന്തുവാ തണ്ടർ സ്റ്റോം ആയിരിക്കും ഗൈസ്. ചാരൊക്കെ കുറേ വരുന്നുണ്ട് ഗൈസ് എൻ്റെ അത്. വെയിറ്റ് ചെയ്യാം. ഓൾസോ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ ഗൈസ്. നമ്മളിപ്പം 100 സബ്സ്ക്രൈബേഴ്സ്. അതിന് ഞാൻ താങ്ക്സ് ആണല്ല ഗൈസ്, ഒത്തിരി താങ്ക്സ് ഉണ്ട് ഗൈസ്. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇതെന്താ പരസ്യം കണ്ട കിട്ടുമെന്ന് പറഞ്ഞത് നോക്കാം. നമുക്ക് കിട്ടിയ എന്തൊരു സാധനം, സന്തോഷം ആൾക്കാരുടെ തലക്കടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്, പറ്റുന്നില്ല. അതിപ്പോൾ റൗണ്ട് തുടങ്ങിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ഗൈസ്. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് എത്തി ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഗൈസ് നമുക്ക് അത്രയും ചെയ്ത്. ഒത്തിരി താങ്ക്സ് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ആ സപ്പോർട്ടെങ്കിൽ ഇനിയും വേണം. നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതൊക്കെ ചെയ്യാം. ലോബിന്നൊക്കെ എടുത്ത് ചാവാന്ന് വെച്ചാൽ അത്രയ്ക്ക് ഗതി കിട്ടും. അവിടുത്തെ നമ്മുടെ അവതാർ ഇപ്പൊ കാണാൻ എന്താ അല്ലെങ്കിൽ ഇതുകൂട്ട് തലമുടി വേണമെന്നുണ്ട് ചോദിച്ചാൽ എനിക്ക് റോബക്സ് വേണ്ട. റോബക്സ് ഇല്ല ഗൈസ്. ആക്ച്വലി റോബക്സ് നമുക്ക് പ്ലീസ് ഡൊണേറ്റ് വഴി കണ്ടെത്തി എടുക്കാൻ പറ്റുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അതുവരെ ഞങ്ങൾക്ക് റോബക്സ് കിട്ടും. നോക്കണം. ആൾക്കാരുടെ അടുത്ത് ഇനിയും ചോദിക്കണം, ആരും തരത്തില്ല, അതാണ് പ്രശ്നം. എനിവേ കളിയാൻ ഗൈസ്, അധികം ടൈം കളയണ്ട. അടുത്തൊരു ഇതിന് ഫ്യൂരിയസ് സ്റ്റേഷനാണ് ഗൈസ് ഈ മാപ്പ്. ഓക്കെ, നമ്മളവിടെ സ്പോൺ ആയിട്ടുണ്ട്. ഇവിടെ എന്താ വേണ്ട നമ്മള്? ഓക്കെ, ഇതിന്റെ ഇങ്ങനെ മണ്ടയ്ക്ക് എടുക്കാം. ചത്തപ്പം മറ്റേ ചുറ്റിക്ക് പോയെന്ന് തോന്നുന്നു. യാസ്, ഒന്ന് ഇതിന്റെ മണ്ടയ്ക്ക്. അയ്യോ, ഏറ്റവും മണ്ടയ്ക്ക്. താഴെ വീണാല് ലൈഫ് പോടാ. ട്രക്ക് ഓടിക്കാൻ പറ്റുമോ? ഓടിക്കാൻ പറ്റൂല. അതൊക്കെ ഓടിക്കാൻ പറ്റണമായിരുന്നു എന്നാലേ കാര്യമുള്ളൂ. ഇനി നമ്മൾ ഒരു വട്ടം നമ്മൾ തരണം. നമ്മൾ സീക്രട്ട് ഹയർ ഗ്രൗണ്ട്. കേസ് ഏറ്റവും മണ്ടയിൽ പോയി നിൽക്കാനാണ് പറയണേ. നമ്മുടെ ഇതിൽ ഏറ്റവും മണ്ട ഇതാണ് കേസ്. കേസ് നമ്മളുടെ ഏറ്റവും മണ്ട. അല്ലടാ, ഇവിടെ ഒരു ചെറിയ സ്ഥലം ഉണ്ടായിരുന്നു. എനിവേ ഗൈസ്, എല്ലാരും അവിടെ പോയി കേറാൻ നോക്കും. നമുക്ക് കേറാൻ ഇറങ്ങിയ ചിലപ്പോ വെള്ളപ്പൊക്കം എങ്ങാനും വന്നാലും വേണ്ട. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ട്രസ്റ്റ് ഇൻ അവർ സെൽഫ്. എന്താവോ അവിടെ വെള്ളം കൂടിക്കൂടി വരുവാണെങ്കിൽ നമ്മൾ സേഫ് ആയാൽ മതിയായിരുന്നു. അടി മൊത്തം മുങ്ങിയ നോക്കിയേ, ആ മരമൊക്കെ മുങ്ങി. എടാ ചത്ത് 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 ഞാൻ പറഞ്ഞില്ലേ ചത്ത്. 100% ഉറപ്പായിരുന്നു. എടാ, വെള്ളത്തിൽ വീണാലും കുറച്ചായിട്ടെങ്കിലേ അങ്ങോട്ടേക്ക് പോവാൻ ഇല്ല, പറ്റിയില്ല. ഓക്കെ, നമ്മുടെ തല മാത്രമുണ്ട്. ചത്ത്. കൊള്ളാടാ. ഇവിടെ പാമ്പല്ലടാ, ലിവ്യോത്തം പോലത്തെ എന്തോ സാധനം. 5 പേര് രക്ഷപ്പെട്ടു കേസിൻ്റെ അത്. ഓക്കെ, ഈ സാധനം എടുത്തോണ്ട് പോവാം. ഇതും കൊണ്ട് തന്നെ പറ്റുന്നതെന്നൊന്നും എനിക്ക് കാണണം, അതുകൊണ്ടാ. ബ്ലോക്ക് ഫോഴ്സ് പ്രോ, ഹായ്, സുഖമല്ലേ? എന്നോട് ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ലോഞ്ച് ലാൻഡ്. എടാ മറ്റേ ഇതിന്റെ സ്പേസ് സ്റ്റേഷൻ കേസ്. പെട്ടെന്ന് നമ്മളൊരു വിളിക്കും. നമുക്ക് സ്പേസ് സ്റ്റേഷനിൽ പോവാം. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റും ഗൈസ്. ആക്ച്വലി സമ്മതിക്കുന്നില്ല. നമുക്ക് ചുറ്റിക നിർത്താറില്ല, അടിക്കാൻ പറ്റും. എന്തായാലും
മാറ്റാൻ പറ്റൂടാ. നൈസ് ഗൈസ്. നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് ഇവിടുന്ന് പൊളിക്കാം. ആൾക്കാരെല്ലാം അത് ചെയ്യാൻ ഗൈസ്. നൈസ്. ഇതങ്ങ് പൊട്ടിക്കാം. അയ്യോ ആസിഡ് ട്രെയിൻ. ഇവിടെ വന്നു. എടാ അപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാം പൊട്ടിക്കാൻ പറ്റുമോ? എടേ എല്ലാം പൊട്ടിക്കാൻ പറ്റൂടാ. നൈസറാ. ഇവിടെ ഈ സാധനം കൊള്ളാം. ബാക്കിയുള്ളതൊക്കെ പണിയെടുക്കാൻ കൊള്ളാം. നമുക്ക് ഇതും കൂടെ അങ്ങ് പൊട്ടിക്കാം. ഗ്യാസ്. ഇവിടെ ഇതും പൊട്ടിക്കാൻ പറ്റും. അത് പൊട്ടിച്ചാൽ എന്താ സംഭവിക്കുക? എല്ലാം കൂടെ ഇടിഞ്ഞ് വീണ് നമ്മുടെ തലയിൽ വീണ് നമ്മൾ ചാവും. നോക്കാം ഗൈസ്, ചുമ്മാ ചെയ്ത് നോക്കാം. എടാ അത് ചിലപ്പോൾ തല വീഴുമോ? അയ്യോ ഗൈസ്, വീണ പോലെ എനിക്കൊരു ചെറിയ തോന്നൽ. ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ബാക്കിയുള്ളവന്മാർ മണ്ടയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസം. മാറാൻ പറ്റില്ല. എടാ അത് ഒന്നുകൂടി ഇടിഞ്ഞ് നമ്മുടെ തലയിൽ വീണ്. ഇതിങ്ങനെ ഓരോന്നൊക്കെ കഴിഞ്ഞിട്ട് ഇടിച്ചിട്ട്. ഉയ്യോ എടാ അതെന്ത് വരുന്നടാ. ബ്രോ നിങ്ങളുണ്ട് നമ്മള്. ഓ ഹേസ് നമ്മൾ ഫസ്റ്റ് ഇത് മറ്റേ അറ്റനെയുമാണ് കാണിക്കണേ. എനിക്ക് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ പുതിയ ചാനലിലെ പുതിയ നെയിംസ് ഒക്കെ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം എന്താ പറയുക ബ്ലോഗ് ഫൂസ് ഇത്രയൊക്കെ എല്ലാം നമ്മൾ ഇതിലാക്കിയ കാരണം ഓൾസോ റൈവൽസും കൈസ് അതും നമ്മൾ 10-17 ലെവലാക്കിയില്ലേ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ കളിക്കുന്നതെന്നുള്ളൂ. ഇതന്നെ മോഡസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതെന്താ ഇതന്നെ ഈഫിൾ ടവർ അല്ലേ? അല്ല ഈഫിൾ ടവർ അല്ലല്ലോ. എടാ മറ്റേ 2 കൂടാരമുള്ളൊരു സാധനം ഉണ്ടായിരുന്നല്ലോ ദുബായിൽ അങ്ങോട്ടുള്ള. അയ്യോ എടാ മറ്റേ സാധനം പോയി. ചീറ്റിയ എല്ലാവരും ഇവിടെ ഇടിച്ചു പൊട്ടിക്കാൻ. എടാ മറ്റേ പേര് ഞാൻ പറഞ്ഞു. എടാ ബുർജ് ഖലീഫയാണോ? അല്ലെന്ന് തോന്നുന്നു. ആ പേര് പറഞ്ഞു. നിങ്ങൾ താഴെ കമന്റ് ചെയ്യേസ് എൻ്റെ പേരെന്നാന്ന്. എൻ്റെ ദുബായിൽ എവിടെ ഇവിടെ ചാടി ഉറപ്പായിച്ചു ഡെത്തോ. ഇല്ല നമ്മൾ ഒത്തിരി കയറി പോകണ്ട മണ്ടയിലോട്ട്. ചിലപ്പം വല്ല കുറച്ച് മുന്നത്തെ പോലെ വല്ല ആസിഡ് ട്രെയിനൊക്കെ ആണെന്നുണ്ടെങ്കിലേ ഒത്തിരി മണ്ടയിലോട്ട് വരുന്നുണ്ട് പണിയിട്ട്. പാത്ത് ഓഫ് സ്നോയോ? സ്നോയുടെ വഴികൾ മാറി നിൽക്കണമെന്നോ? അല്ല മീൻസ് നമ്മൾ സ്നോയുടെ വഴികളിൽ നിന്നും മാറണം. ഈ വെള്ളയൊക്കെ സ്നോ ആവുമോ? ഇല്ലായിരിക്കും അല്ലേ? അവന്മാരെല്ലാം പൊളിച്ചു. എന്താ അയ്യോ എടാ അയ്യോ എടാ ഇനി അയ്യോ ഓടിക്കോ. ആ മഞ്ഞുമലയുടെ വണ്ടവന്മാരെല്ലാരും താഴെ വീണ തോന്നി. ഒന്നോടോ മൊത്തം പണിയാടോ. എടോ ഇതെന്താ സാധനം? എന്റെ അമ്മോ എടാ ബിൽഡിങ് മൊത്തം പൊളിഞ്ഞടാ. മാക്സിമം FOV ഇട്ടു. എടയോ അയ്യോ ഗൈസ് ഞാൻ FOV കൂട്ടി. ഞാൻ എന്നെ കണ്ടില്ല. ഉറുമ്പിരിക്കുന്ന പോലെ ഗൈസ്. എടാ പെട്ട് എടാ ഞങ്ങളുടെ ബോളിന്റെ ഉണ്ടൊക്കെ ഊരിപ്പോണു. മീൻസ് ഇതൊക്കെ ഊരിപ്പോയി. ഓ എക്സ്ട്രീസ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ്. ഓക്കെ നമ്മളെ സീന് ഗൈസ്. അങ്ങനെയാണ് ഗൈസ്. ഇത് വേണം ഗൈസ്. അത് കിട്ടി ഗൈസ്. അവിടെ ഹൈറ്റ്സ് സ്കൂൾ നമ്മൾ അവിടെ എത്തി. ഇവിടെ എന്താ ചെയ്യണ്ടേ? ഉള്ളിക്കറാം ഗൈസ്. വീടിൻ്റെ ഉള്ളിക്കറാം. മീൻസ് സ്കൂളിൻ്റെ ഉള്ളിക്കറാം. ആർക്കെങ്കിലും ഗൈസ് എനിക്ക് ആ പ്ലീസ് ഡൊണേറ്റിൽ കുറച്ച് റോബക്സ് ഡൊണേറ്റ് ചെയ്ത് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒത്തിരി ഒന്നും വേണ്ട. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഇപ്പോൾ എന്താ പറയുക ഒരെണ്ണം ആണെങ്കിൽ പോലും പറ്റുമെന്നുണ്ട്. എന്താ ഗൈസ് ഞാൻ ആരും ഫോഴ്സ് ഒന്നും ചെയ്തില്ല ഗൈസ്. പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് തരണം ഗൈസ്. നിങ്ങൾക്ക് പൂർണ്ണ സമ്മതത്തോടെ ഉണ്ടെങ്കിൽ ഒന്ന് ഗൈസ്
എനിക്ക് ഇതിൽ മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഡിസ്കോഡിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഡിസ്കോഡ് ഉണ്ടെങ്കിൽ ഫുള്ള് സ്മോൾ ലെറ്റർ വൂൾഫ് ഗെയിമിംഗ് 2836 അതാണ് എൻ്റെ യൂസർ നെയിം. ഫുള്ള് സ്മോൾ ലെറ്റർ ആണ്, നോ സ്പേസ്, നോ ഒന്നുമില്ല. അവർ ഹൈ പ്ലേസസ് ആൻഡ് ഓപ്പൺ സ്പേസസ് അയ്യോ എന്നൊക്കെ താഴെ നിൽക്കും. ഡിസ്കോഡ് എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. എടാ ഇതെന്ത് കഷ്ടം, ഇവിടെ എന്തൊക്കെ ഇടിഞ്ഞു മണ്ണിന്നൊക്കെ വീഴും. ഇവിടെ എടാ അത് മൊത്തം ഇടിഞ്ഞു വീണു. നമുക്ക് സ്റ്റെയർ കേസ് തന്നെ അടിക്കാം. ഏ ബുദ്ധിയുടെ കളി. ഞാൻ മൊത്തം FOV കൂട്ടി. എൻ്റെ ഇത് തന്നെയായി ഞാൻ പറഞ്ഞേ കുറച്ച് തണ്ടർസ്റ്റോം ആയിരിക്കുന്നു. മൈൻക്രാഫ്റ്റിൽ തണ്ടർസ്റ്റോം വന്നുവെന്ന് തണ്ടർസ്റ്റോം എന്ന് പേര് കിട്ടി. അവിടെ ഇതുപോലെ തന്നെ ലെമിൻ. ഇവിടെ ഇവൻ്റെ കാലിനെന്തോ പറ്റി, അവനെന്തോ ബൈക്ക് ആക്സിഡന്റ് കൊണ്ട് പറ്റി തോന്നുന്നു. അമ്മ എന്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴണം. അയ്യോ നമ്മുടെ കയ്യിൽ ചുറ്റിക ഉണ്ടായിരുന്നു, നമ്മളൊന്നും പൊളിച്ചില്ല. ആടാ മണ്ടത്തരം മണ്ടത്തരം മണ്ടത്തരം. ഓനോ 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 അയ്യോ പൊളിച്ചു. അല്ല പൊളിച്ചില്ല, പൊളിക്ക എന്തോ വോൾഫ് ഗെയിമിംഗ് വി ആർ ഫസ്റ്റ്. അതന്നെ നമ്മുടെ പേര് എപ്പോഴും ഫസ്റ്റേ കാണിക്കുള്ളൂ. ഒന്നുകൂടെ വാച്ച് റിവാർഡ് കൊടുത്ത വേറെ കിട്ടും. കൊടുക്കാൻ പറ്റില്ലല്ലേ? കൊടുത്തേ കിട്ടി, രണ്ടാമത്തെ കിട്ടി. അപ്പൊ റീലോഡിങ് മാറുമോ? നമുക്ക് ഇവിടെ ചെയ്യണ്ടേ. ആൾക്കാർ ആദ്യമേ പോയി കയറുന്ന ഇതിലാണ് ഗൈസ്. നമുക്ക് ഇതങ്ങ് പൊളിച്ചോളയാം ഗൈസ്. എല്ലാരും തന്നെ ഇതിൽ പോയി കയറണേ. ഇവിടെ ഞാൻ ഉള്ളപ്പോ നീ ഒന്നും സമാധാനത്തോടെ. അയ്യോ അവന്മാരെ പെടുത്താൻ വേണ്ടി നോക്കിയത്. അടാ മോനെ അത് സീന് കൊള്ളാം. നൈസ്. ഇത് റീലോഡിങ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ചത്ത് പണ്ടാരം മറ്റുള്ളവന്മാരെ വാച്ച് ദിസ് ഗൈ ആൻഡ് ടേക്ക് ഓവർ. അയ്യോ പെട്ട് എടാ എന്തോ പറ്റി. ഓനോ ഞാൻ നിക്കണത് തന്നെ പൊട്ടിക്കാണ്. എനിക്ക് ജയിക്കണ്ടേ എൻ്റെ അടുത്ത്. മറ്റുള്ള പണി കൊടുത്താൽ മതി. എനിക്ക് ജയിക്കണം. ഞാൻ ചുമ്മാ പറഞ്ഞപ്പോഴത്തേക്കാണ് ഒലിക്കാക്ക നമ്മുടെ തലേ വീഴണം. റീലോഡിങ് എടോ നമ്മൾ ചാവും തോന്നുന്നു. ഇതെല്ലാം കൂടി പൊളിച്ച് ഇട്ട് കഴിഞ്ഞാൽ പണിയും കിട്ടൂലോ. ജീനിയസ് ഹായ്ടാ. അയ്യോ എടോ ഇപ്പൊ എന്ത് ചെയ്യണ്ടേ? വെളിയിലോട്ട് ഇറങ്ങിയ ചാവോ? നമുക്ക് ഈ ഒരു സൈഡിലോട്ട് അയ്യോ നിക്കാൻ പറ്റില്ല. എടോ ചത്തെന്ന് തോന്നി. ഞാൻ പറഞ്ഞില്ലേ ചത്തെന്ന്. ഞാൻ പിന്നെ നമ്മുടെ ചുറ്റിക എടുത്ത് ഓൾസോ ഇത് നല്ല ഓൾഡ് ഗെയിമാണെന്ന് തോന്നുന്നു. പണ്ടത്തെ ഗെയിംസ് ആണെന്ന് തോന്നുന്നു. തന്നതാ എന്താ വെതർ. ഓക്കെ നമുക്ക് ഇവിടെ പവർ പേക്കാം. പോടെ റോബക്സ് എടുക്കാൻ. പിന്നെ വട്ടല് ഇടന്ന് മറ്റേ പിന്നെ ഈഫിൾ ടവർ തന്നെ വന്നു. ചുറ്റി കെടുത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ ചുറ്റി കെടുത്തില്ലേ. നമുക്ക് കയറിയിട്ട് താഴത്തോട്ട് പൊളിച്ചു കളയാം. ഇത് പറയുന്നു ഒത്തിരി ഹൈറ്റിലേ വേണ്ട, കാരണം എങ്ങനെ നോക്കുന്ന താഴത്തോട്ട് ജമ്പ് ചെയ്യണം കഴിഞ്ഞാൽ ഇത് കയറുമ്പോൾ ഇടിഞ്ഞ താഴെ വീഴുമോ? ഇല്ല. എന്താ ചെയ്യാ? അവനവൻ കുഴിക്കണ കുഴി അവനവൻ തന്നെ വീഴും പറഞ്ഞ സത്യമാണ്. ഇതെന്നാ അങ്ങനെ ആണ്. ഞാൻ തന്നെ അവനിട്ട് വെച്ച പണിയാ, അത് എനിക്കിട്ട് തന്നെ കിട്ടി. ഡോഡ്ജ് ഫ്ലൈയിങ് വെച്ചിട്ട്. അയ്യോ
എടാ ഇത് എടാ പോടാ, എനിക്കൊന്നും കാണത്ത കൂടിയില്ല, പിന്നെ എങ്ങനെയാ ഡോഡ്ജ് ചെയ്യാനാ? അടിയിലോട്ട് പോകണം, അടിയിലോട്ട് പോകണം ബസ്. അടിയിലോട്ട് ഇവിടെ ഇപ്പൊ അവിടെ അവരെന്നെ തെറി വിളിക്കുന്നുണ്ടാവും ഗൈസ്. ഇത് സമാധാനം ഉണ്ടെന്നറിയ. ഇവിടെ നിമിഷം ഒന്നും പറക്കണില്ലല്ലോ. ഉയ്യോടാ പറക്കുന്നുണ്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞ. ഞാൻ ഇനി മിണ്ടുന്നില്ല, പക്ഷെ മിണ്ടി അപ്പ ചാവും. ആ മെഴുക്കൂരൊക്കെ ഇടിഞ്ഞ് വീഴാൻ തുടങ്ങിയടാ. എടാ എടാ ഇവിടെ തീർക്കുന്ന തീരാത്ത ഇത് എന്ത് സാധനമാണ് മണ്ടിലോട്ട് ഇറങ്ങിയ കുഴപ്പമുണ്ട്. ഇവിടെ പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഉയ്യോടെ ഇത് മൊത്തം കുഴപ്പങ്ങളാണ്. എൻ്റെ അമ്മോ, രക്ഷപ്പെട്ട്. ഞാൻ പിന്നെയും ഫസ്റ്റ്. അതായത് ഞാൻ പിന്നെ ഒരു 2 ചുറ്റി അങ്ങോട്ട് എടുത്തു. അടാ അവനും ചുറ്റിക്ക് എടുത്തണം. അവിടെ 81 മെസ്സേജോ, എന്ത് തേങ്ങ. അയ്യോ എടാ അത് മറ്റു സാധനം, ലോഞ്ച് പാട്ട്. ഇവിടെ അല്ലായിരുന്നു ചേച്ചി ഞാൻ കുറച്ച് നേരം പെട്ടെ. പറച്ചു വിട്ടത് ഇവിടെ അല്ലായിരുന്നു ചേച്ചി, ഞാൻ അങ്ങ് ആകാശത്തോട്ട് പറന്നു പോയത് ഇതിലും കണ്ടല്ലേ. ഞാൻ ഒരിക്കലും നന്നാവൂല. അതുപോലെ കൊല്ലം പൊളിച്ച ഇതെന്താ എടാ റോക്കറ്റ് പോയേ. ഓ റോക്കറ്റ് എസ്കേപ്പ്. എടാ ഇവന്മാരുടെ ഇവിടെ നിന്നാടാ ഓപ്പറേറ്റ് ചെയ്യുന്നേ. എടാ അതാടാ ഇതെന്താ. അയ്യോ ഗെറ്റ് എ വേഗം വോൾക്കാനോ. എടാ അതിലുള്ള പർവ്വതം. ഓ മൈ ഗോഡ് ഗൈസ്, പർവ്വതത്തിൽ നിന്ന് വോൾ. എടാ എൻ്റെ ലൈഫ് എങ്ങനെയാടാ കുറഞ്ഞേ. ഓ എടാ എടാ പൊന്നെ. ഇതെന്നെ ഒരു വോൾക്കാനായി ഒന്ന് കൊല്ലേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തന്നെ ചാവും തോന്നുന്നു. ഞാൻ തന്നെ എല്ലാം ഇടിച്ചു പൊളിച്ചിടുന്നുണ്ട്. എടാ പെട്ട് എല്ലാം ഇടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇടിച്ചു പൊളിച്ചൊക്കെ വരുന്നു. കുറെ അവന്മാരൊക്കെ ചത്ത്. ഇനിയും സർവൈവ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ എടാ നമ്മളും ചത്തറോ. എടോ നോക്കിയാൽ നമ്മളും എല്ലാ സൈഡിൽ നിന്നും മറച്ച് അടച്ചിട്ട്. പക്ഷെ നമ്മൾ ഒത്തിരി വെളിയിലിടങ്ങുന്നുണ്ട്. ഇവിടെ ഇത്ര സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ അടുത്തോട്ട് വരാനുള്ള വോൾക്കാനുകളുടെ എണ്ണം കുറവായിരിക്കും ഗൈസ്. അടുത്തോട്ടെത്തില്ല. നമ്മളെ കണ്ടോ ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്കാണ് ഗൈസ് നിൽക്കണേ. അതെ ഗൈസ് കണ്ടോ, ഇത്രയും ഇതിൻ്റെ ഇടയ്ക്കുണ്ട് ഗൈസ്. എൻ്റെ ഈ ഡോട്ട് കണ്ടോ, ഡോട്ടിൻ്റെ തൊട്ട് മണ്ടയിലാണ് ഗൈസ്. അയ്യോ ഇവിടെ പിന്നെ എന്താ സംഭവിച്ചു. ഓ മൈ ഗോഡ്. എടാ പണി കിട്ടൂടാ. അയ്യോ എടാ എന്തൊക്കെ പറ്റുന്നടാ. എടാ ഇതെന്നാടാ നിക്കാത്തെ, നിക്കൂലേ ഇത്. എടാ നിക്ക് ആടാ. ഹോ ആകെ 6 പേര് ജയിച്ചുള്ളൂ കേസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗൈസ്.